ഹലോ നമസ്കാരം. ഞാൻ രമേഷ് പി നായർ. മെട്രോ ലാൻഡ് റിയൽറ്റേഴ്സ് ആൻഡ് ഹോം കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതൊരാളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് സ്വന്തമായി ഒരു വീട് എന്നുള്ളത്. അത് എല്ലാവർക്കും യാഥാർത്ഥ്യമാകുന്നതിന് ഞങ്ങളും ഒരു നിമിത്തമാകട്ടെ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിൽ അങ്കമാലിക്കും നെടുമ്പാശ്ശേരിക്കും ഇടയ്ക്ക് പുളിയനം എന്ന ലൊക്കേഷനിലുള്ള ഒരു വീടാണ്. 6.25 സെൻറ്റ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റിൽ 3 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു പുതുപുത്തൻ വീടാണ് ഇത്. മാർക്കറ്റ്, സ്കൂൾ, ഹോസ്പിറ്റൽ, ആരാധനാലയങ്ങൾ, ബാങ്ക് എന്നീ എല്ലാവിധ സൗകര്യങ്ങളും തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട്. അങ്കമാലിയിലേക്ക് വെറും 7 കിലോമീറ്ററും നെടുമ്പാശ്ശേരി അത്താണിയിലേക്ക് 7 കിലോമീറ്ററുമാണ് ഇവിടെ നിന്നുള്ള ദൂരം. പുളിയനം ജംഗ്ഷനിൽ നിന്നും 2 കിലോമീറ്ററാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. നഗരത്തിലെ എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്കും വളരെ പെട്ടെന്ന് ഓടിയെത്താവുന്ന ഒരു ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. വളരെ ശാന്തമായ ഒരു ചുറ്റുപാടിലും മാലിന്യമുക്തമായ ഒരു അന്തരീക്ഷത്തിലും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലുമാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിൻ്റെ മുന്നിലായി അതിവിശാലമായ ഒരു ടാറിംഗ് റോഡാണ് കടന്നു വരുന്നത്. ഏതൊരു വലിയ വാഹനത്തിനും വരാൻ കഴിയുന്ന ഒരു സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഫോൾഡിംഗ് ഗേറ്റുമാണ് മുൻഭാഗത്തായി കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ചുറ്റുമതിലാണ് ഈ വീടിൻ്റെ കോമ്പൗണ്ട് വാളായി കൊടുത്തിട്ടുള്ളത്. കോമ്പൗണ്ടിന് അകത്തേക്ക് പ്രവേശിച്ചാൽ നാച്ചുറൽ സ്റ്റോൺ വിരിച്ച് അതിനിടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസുകൾ കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുള്ള ഒരു വിശാലമായ ഒരു മുറ്റമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. വീടിൻ്റെ ഈ ഭാഗത്തായി ഏതൊരു വലിയ വാഹനത്തിനും പാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കവേർഡ് കാർ പോർച്ചാണ് ഇവിടെ കിട്ടുന്നത്. വീട്ടിലേക്ക് കയറുമ്പോൾ 2 സ്റ്റെപ്പുകൾ കൊടുത്ത് ടൈലുകൾ വിരിച്ച് മനോഹരമാക്കിയിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്ക് മുൻഭാഗത്തായി കിട്ടുന്നത്. തേക്കിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു സിംഗിൾ ഡോറാണ് മുൻഭാഗത്തായി കൊടുത്തിട്ടുള്ളത്. വീടിനകത്തേക്ക് പ്രവേശിച്ചാൽ ഒരു ഫോർമൽ ലിവിംഗ് ഏരിയ നമുക്ക് ഇവിടെ ലഭിക്കുന്നു. ഈ വീടിൻ്റെ 90% വർക്കുകളും പൂർത്തിയായിട്ടുള്ളതാണ്. 10% വർക്കുകൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്നും അകത്തേക്ക് കടക്കുമ്പോൾ വളരെ മനോഹരമായി വുഡ് വർക്കിൽ പണി തീർത്തിട്ടുള്ള LED ലൈറ്റുകളെല്ലാം കൊടുത്ത് ബോക്സി ടൈപ്പിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു പാർട്ടീഷനാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതാണ് ഡൈനിങ് ഏരിയ. ഇവിടെയാണ് 1ാമത്തെ ബെഡ്റൂമിൻ്റെ സ്ഥാനം. ഇതാണ് 2ാമത്തെ ബെഡ്റൂം. ഇവിടെയാണ് കിച്ചൻ്റെ സ്ഥാനം. വർക്കുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കിച്ചണിൽ നിന്നും വർക്ക് ഏരിയയിലേക്ക് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് വർക്ക് ഏരിയ.
ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പുകളിൽ ടൈലുകൾ വിരിച്ച് വുഡ് വർക്കിൽ ഹാൻഡ് റെയിൽ കൊടുത്ത് വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു സ്റ്റെയർ കേസ് ആണ് ഇത്. ഇവിടെയാണ് അപ്പർ ലിവിംഗ് ഏരിയയുടെ സ്ഥാനം. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം. ഇവിടെയാണ് ഓപ്പൺ ടെറസിൻ്റെ സ്ഥാനം. ഒരു യൂട്ടിലിറ്റി ഏരിയ എന്ന് വേണമെങ്കിലും പറയാം. മനോഹരമായ ഒരു ഫ്രണ്ട് ബാൽക്കണി നമുക്ക് ഇവിടെ കിട്ടുന്നു. എറണാകുളം ജില്ലയിൽ പുളിയനം എന്ന ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് 6.25 സെൻറ്റ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റിൽ 3 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില 60 ലക്ഷം രൂപയാണ്. വില സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. 10 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ ഡൗൺ പേയ്മെൻറ്റായി എടുക്കുവാനുണ്ടെങ്കിൽ ഏകദേശം 80-90% ലോണോട് കൂടി ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. യൂട്യൂബ് ചാനലിൽ കയറി മെട്രോലാൻഡ് റിയൽറ്റേഴ്സ് ആൻഡ് ഹോം കെയർ എന്ന് ടൈപ്പ് ചെയ്യുക. അവിടെ ചെറുതും വലുതുമായ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമായിട്ടുള്ള നിരവധി വീഡിയോകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കാതിരിക്കുക. തീർച്ചയായും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾക്ക് മറ്റൊരു വീടോ സ്ഥലമോ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയോ ആണ് വേണ്ടതെങ്കിൽ, നിങ്ങളുടെ മറ്റേതെങ്കിലും ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായി ഉണ്ടെങ്കിൽ, ഇതുപോലെ ചിത്രീകരിച്ച് ഞങ്ങളുടെ ചാനലിൽ അഡ്വർടൈസ് ചെയ്യുവാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും മുഴുവനായി കാണുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും OLX ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. നമസ്കാരം.